Hi all, Anu again. This is the second lecture of Class 10 Biology chapter, Our Environment. In this lecture, we need to discuss about the impacts of adding waste to the environment. Everyday life, നമ്മൾ ഒരുപാട് വേസ്റ്റ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ലൈക്ക് കിച്ചൺ വേസ്റ്റ്, പേപ്പേഴ്സ്, സോഫ്റ്റ് ക്യാൻസ്, വാട്ടർ ബോട്ടിൽസ് ആൻഡ് മച്ച് മോർ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ശരീരത്തിനുള്ള എൻസൈംസ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാതെ കുറച്ച് അൺഡൈജസ്റ്റഡ് ആൻഡ് അൺവാണ്ടഡ് വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ പല രീതിയിൽ എ ലാർജ് എമൗണ്ട് ഓഫ് വേസ്റ്റ് ഈസ് ബീൻ ഡംപ്ഡ് ഇൻ ടു ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഈ വേസ്റ്റുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ? അത് അറിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളൊക്കെ എന്ത് തരമാണ് അല്ലെങ്കിൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ എവറിഡേ ലൈഫിൽ പ്രൊഡ്യൂസ്ഡ് ആവുന്ന വേസ്റ്റുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ആൻഡ് ദ അതർ വൺ ഈസ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്. അപ്പോൾ എന്താണ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുന്നത്? The substances that can be decomposed by the action of heat, pressure or microorganisms like saprophytes അല്ലെങ്കിൽ ബാക്ടീരിയ, ഇങ്ങനെയുള്ളവയാണ് നമ്മൾ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അല്ലെങ്കിൽ പ്രഷറിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഇതൊന്നും അല്ലെങ്കിൽ ബാക്ടീരിയാസ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് ഒക്കെ പോലെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഇവരുടെയൊക്കെ ആക്ഷൻ വഴി ഈ പറയുന്ന വേസ്റ്റ് പ്രോഡക്ട്സിനെ നമുക്ക് ഫർദർ സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സോയിലിലേക്ക് നമുക്ക് അലിയിച്ച് ചേർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് വിളിക്കാം. അതിന് എക്സാമ്പിളാണ് നമ്മുടെ കിച്ചൺ വേസ്റ്റ്, ലൈക്ക് ഓർഗാനിക് വേസ്റ്റുകളൊക്കെ. എന്തൊക്കെയാണ് എക്സാമ്പിൾ? പേപ്പർ, വുഡ്, കിച്ചൺ വേസ്റ്റ്, കാറ്റിൽ ഡങ്, ഇതൊക്കെ ഈ പറയുന്ന ബയോഡീഗ്രേഡബിൾ വേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലും ഈ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് നമ്മളുടെ എൻവയോൺമെൻറ്റിനെ പൊല്യൂട്ട് ചെയ്യുകയില്ല, അതുപോലെ തന്നെ എക്കോസിസ്റ്റത്തിന് ഹാംഫുള്ളും അല്ല. On the other hand, the substances that cannot be decomposed by the action of heat, pressure or microorganisms are called non-biodegradable waste. അതായത് നമ്മുടെ പ്രകൃതിയിലെ വിഘാടകർക്ക് ഈ പറയുന്ന നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റുകളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ പ്ലാസ്റ്റിക്സ്, പോളിത്തീൻ ബാഗ്സ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റുകൾ, അതുപോലെ തന്നെ ചില പെസ്റ്റിസൈഡ്സ് ലൈക്ക് DDT ഒക്കെ. ഈ കാറ്റഗറിയിൽ വരുന്ന വേസ്റ്റുകളാണ് നമ്മളുടെ എൻവയോൺമെൻറ്റിനെ പൊല്യൂട്ട് ചെയ്യുന്നതും നമ്മുടെ എൻവയോൺമെൻറ്റിന് ഹാംഫുൾ ആയിട്ടുള്ളതും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഏത് രീതിയിലുള്ള വേസ്റ്റുകളുടെ പ്രൊഡക്ഷനാണ് കുറയ്ക്കേണ്ടത്? നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകളുടെ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഇമ്പാക്ട്സ് ഓഫ് ആഡിങ് വേസ്റ്റ് ടു ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ടൈപ്സ് എന്താണത് എന്നൊക്കെ നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ പറയുന്ന വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയണം. അതേപോലെ തന്നെ എല്ലാ വീഡിയോസും ചിലർ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഓരോരോ നമ്മൾ ചെയ്തു പോയ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു നോക്കുക നമ്മുടെ പ്ലേലിസ്റ്റിൽ. നമുക്ക് ശരിക്കും ക്ലാസ് 10 ഫിസിക്സ്, ക്ലാസ് 10 കെമിസ്ട്രി, ക്ലാസ് 10 ബയോളജി 3 പ്ലേലിസ്റ്റുകളുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറേ പോർഷൻസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ജസ്റ്റ് 2-3 ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതും നമ്മൾ നോക്കണേ. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിട്ട് എത്രയും പെട്ടെന്ന് സ്പീഡപ്പ് ആക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ കീപ് വാച്ചിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ ഗുഡ് ഡേ.